തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ ഭയമാണെന്ന് നോർത്ത് പ്രവിൻഷ്യയിലെ കന്യാസ്ത്രീമാർ. ബജ്രംഗ് ദൾ പ്രവർത്തകരിൽ നിന്നും പോലീസിൽ നിന്നും അറസ്റ്റിലായ കന്യാസ്ത്രീമാർ നേരിട്ടത് ക്രൂരമായ അനുഭവങ്ങളാണ്. കേസിൽ ദുരൂഹതയുണ്ടെന്നും കന്യാസ്ത്രീമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ബജ്രംഗ് ദളിൻ്റെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. ഭയങ്കര ക്രൂരമായിട്ട് പുള്ളി ഇവരോട് പെരുമാറി. അവരുടെ കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടായിരുന്നു. ബൈബിളൊക്കെ എടുത്ത് എറിഞ്ഞ് അവർക്ക് കൊങ്ങയ്ക്ക് പിടിച്ചു, പുറത്തിനിട്ടടിച്ചു. അങ്ങനെ ആദ്യം അവർ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ അപ്പന്മാരുടെയും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം പ്രകാരമാണ് ഞങ്ങൾ വന്നതെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ അടിച്ചത് കൊണ്ട് ഒരു പെങ്കൊച്ച് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി പറഞ്ഞു. സിസ്റ്റർ അൻസിലി ഫ്രാൻസിസ് റായ്പൂരിൽ നിന്നും 85 കിലോമീറ്റർ ദൂരത്തുള്ള പുഷ്പ ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടിയാണ്. കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ദുർഗിലെ വിശ്വദീപം കോൺവെന്റിൽ സഹായത്തിനായി എത്തിയതാണ്. എന്തുകൊണ്ട് കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ റിലീജിയസ് ഇതുപോലത്തെ ഉടുപ്പിട്ട് നടക്കാൻ പേടിയാണ്, പുറത്തിറങ്ങാൻ. അതുകൊണ്ടാണ് ഈ വേഷം മാറി ഈ രീതിയിൽ ഇവിടെ വന്ന് ഞങ്ങൾ 2 ദിവസം താമസിക്കുക. ഞങ്ങൾക്ക് ഇവിടെ കോൺവെൻ്റ് ഇല്ല. എൻ്റെ കോൺവെൻറ്റ് ഇവിടെ നിന്ന് ഒരു 85 കിലോമീറ്റേഴ്സ് ദൂരെയുള്ള പുഷ്പ ഹോസ്പിറ്റലിലെ ഡോക്ടറും ഇൻചാർജുമാണ് ഞാൻ. BJP അധികാരത്തിലേറിയ ശേഷം മതസ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, തിരുവസ്ത്രം ധരിച്ച് ഇറങ്ങാൻ പോലും ഭയമാണെന്ന് സിസ്റ്റർ നിത്യയും കൈരളി ന്യൂസിനോട് പറഞ്ഞു. കന്യാസ്ത്രീ വേഷത്തിൽ പോലും വരാൻ യാത്ര ചെയ്യാൻ പേടിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അവരവരുടേതായ ഏതൊരു മതത്തിനും ഉണ്ടല്ലോ ചെയ്യാൻ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്യാസം ഇപ്പോൾ ഒരു ഇവിടെ സിസ്റ്റേഴ്സ്, ഹിന്ദു മതത്തിലെ സന്യാസികളെ സിസ്റ്റേഴ്സിനെ പോലെ അവർക്കുണ്ട്. ആ ഒരു എന്താ പറയുന്നവരെ ഞാൻ മറന്നു വരും, വെള്ള സാരി ഉടുത്ത് ബ്ലൗസൊക്കെ അവർക്ക് അവൻ്റെ ഫ്രീഡം ഉണ്ടല്ലോ നമുക്ക് നടക്കാൻ. അപ്പം ഞങ്ങൾക്കതില്ല. അങ്ങനെ ഇല്ലാത്തതുപോലത്തെ ഒരു ഫീലിങ്. നമുക്ക് ആ ഒരു ഫ്രീഡം ഇല്ല. ഞങ്ങളെല്ലാം ഞങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന, അല്ലാണ്ട് ഞങ്ങൾ വീടിന് വേണ്ടിയിട്ടല്ല. അപ്പം ഞങ്ങൾക്ക് വളരെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം. എല്ലാവരും ഭീതിയിലാണെന്ന് പറഞ്ഞ ഫാദർ ബെന്നി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറിയതും ഭയം കൊണ്ട് തന്നെ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞതെന്നോ അതിന് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനി ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആർക്കാണേലും നിങ്ങൾക്കാണേലും ഞങ്ങൾക്കാണേലും എല്ലാവർക്കും ഭയം ഉണ്ടാകും തീർച്ചയായിട്ടും. ജയിലിൽ കഴിയുന്ന സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരി ദീപയും സന്യാസ ജീവിതവുമായി ഇവിടെയുണ്ട്. സിസ്റ്റർ പോയി കണ്ടായിരുന്നു ജയിലിൽ? ഞാൻ ജയിലിൽ പോയി കണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? അവർ എപ്പോഴാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഞാൻ 32 വർഷമായി സിസ്റ്റർ. വന്ദന സിസ്റ്റർ കൂടുതലാണോ? ഞാൻ വന്ദന സിസ്റ്റർ എൻ്റെ ചേച്ചിയാണ്. പുള്ളി 35 വർഷമായി സിസ്റ്ററായിട്ട്. കുട്ടികളെ എല്ലാവരെയും ഇപ്പം നാരായണപുരം തിരിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞു. ജയിലിൽ സഹോദരിയെ കാണാൻ പോകുമ്പോഴും സിസ്റ്റർ ദീപ തിരുവസ്ത്രം മാറ്റിയിരുന്നു. സഹോദരിക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ പ്രതീക്ഷയറ്റ മുഖഭാവത്തോടെ നിൽക്കുന്ന സിസ്റ്റർ ദീപയുടെ നിസ്സഹായാവസ്ഥയും ഉത്തരേന്ത്യയിലെ BJP സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതയാണ് പറയാതെ പറയുന്നത്. ഇതാണ് BJP ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അവസ്ഥ. ഒരു മതചിഹ്നം സൂചിപ്പിക്കുന്ന വസ്ത്രം പോലും ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. തൻ്റെ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ ഭയമാണെന്ന് ഒരു കന്യാസ്ത്രീ തന്നെ നമ്മോട് പറയുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിൽ ആക്രമിക്കുന്നതിന് കൃത്യമായ തെളിവ് കൂടിയാണിത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നും ക്യാമറമാൻ കിരൺ രാജിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.